ഈ കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് ലഭിക്കുന്ന ആദരവുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ലഭിക്കുന്ന പട്ടം എന്ന് പറയുന്നത് തീവ്രവാദ പട്ടമാണ്. ഈ തീവ്രവാദ പട്ടം നമ്മൾ കേരളത്തിൻ്റെ ഒരു സമീപ ഭൂതകാലം എടുത്ത് പരിശോധിച്ചാൽ പല ആളുകൾക്കും പല സന്ദർഭങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. ഈ തീവ്രവാദ പട്ടം കിട്ടുന്നവരിൽ ആകെ വരുന്നത് മുസ്ലിം പേരുകാരായിരിക്കുമെന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ കളമശ്ശേരിയിൽ കുറേ പാവങ്ങളെ ബോംബ് പൊട്ടിച്ച് കൊന്ന മാർട്ടിൻ പോലും തീവ്രവാദ പട്ടത്തിൽ വരുന്ന ആളല്ല. എന്നാൽ മറ്റു കുറേ ആളുകളുണ്ട് തീവ്രവാദ പട്ടത്തിൽ. അതറിയേണ്ടതാണ്. അക്കാഡമിക്കായിട്ടും സാമൂഹ്യപരമായും ഒരു വിഷയം പഠിക്കുന്നവർക്ക് ഗവേഷണം നടത്താനുള്ള ഒരു പ്രബന്ധവുമാണത്. തീവ്രവാദ പട്ടം സമീപകാലത്ത് കിട്ടിയ കുറേ പേരുകൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ഓർത്തെടുത്തു. അവർ തീവ്രവാദികളാകാനുള്ള കാരണം എന്താണെന്നുള്ളതും വെറുതെ ഒന്ന് എൻ്റെ ഓർമ്മകളിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആ പട്ടികയിൽ ഇനിയും ആളുകളെ കൂട്ടിച്ചേർക്കാം. ഈ പ്രമുഖരായ തീവ്രവാദികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ സംസാരിക്കുന്ന എന്നെപ്പോലെയുള്ള ഇങ്ങേ അറ്റത്തെ ഏറ്റവും സാധാരണക്കാരായ ഒരുപാട് സുഡാപ്പി തീവ്രവാദികളുണ്ട്. എന്നാൽ സംസ്ഥാനമൊട്ടുക്ക് അറിയുന്നതും പ്രമുഖരുമായ പ്രധാനികളുമൊക്കെയായ തീവ്രവാദികളെയാണ് ഞാൻ ഈ പരിപാടിയിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ തീവ്രവാദിയാകുന്നത് ആളുകളെ കൊല്ലുക, ഒരു സമൂഹത്തിനെതിരെ ബോംബ് വെക്കുക, തകർക്കുക, വെടിവെക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെയല്ല. നാവിൻ തുമ്പിലിരിക്കുകയാണ് ഈ കുറച്ച് ആളുകളുടെ ഈ തീവ്രവാദ പട്ടം. അത് ആ പ്രത്യേക പേരുകാർ വന്നാൽ എടുത്ത് അവർക്കങ്ങ് ചാർത്തി കൊടുക്കുകയാണ്. അതിലാദ്യം തീവ്രവാദ പട്ടം കിട്ടിയതിൽ ഒരാൾ കമാൽ പാഷ സാറാണ്. കേരള ഹൈക്കോടതിയിലെ വളരെ നീതിമാനായ ന്യായാധിപൻ എന്ന് പേരെടുത്ത സത്യസന്ധനായ ഒരു ന്യായാധിപൻ. അദ്ദേഹം നമ്മുടെ ആലഞ്ചേരി പിതാവിൻ്റെ കേസ് വാദിച്ച് വിധി പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് തീവ്രവാദി പട്ടം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ബന്ധം, അത്തരം കാര്യങ്ങൾ ഒക്കെയും തീവ്രവാദ സംശയങ്ങളുടെ നിഴലിലാണ് എന്നൊക്കെ തരത്തിൽ ഒരുപാട് കൃസംഗി ചാനലുകളിൽ അവർ ഈ സാധാരണ 120 കഴിക്കുന്നതെങ്കിൽ ഒരു 240 അടിച്ചു പോയാൽ അല്ലെങ്കിൽ ഒരു അല്പം കൂടി കൂടുതൽ അടിച്ചു പോയാൽ പിന്നെ നിയന്ത്രണം വിട്ട് അങ്ങ് സംസാരമാണ്, അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. ആ ഗണത്തിലത് കിട്ടിയ ഒരാളാണ് നമ്മുടെ കമാൽ പാഷ സാറ്. പിന്നെ ഇത് കിട്ടിയ ഒരാൾ ആ ഓർഡറിലല്ലെങ്കിലും ഉള്ളത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയാണ്. ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പിണറായി വിജയൻ സഖാവിൻ്റെ മകളെ വിവാഹം കഴിച്ച് അവർ ജീവിക്കുന്നു. അദ്ദേഹവുമായി പണ്ട് കൈത്താൻ്റെ ഫാനിൻ്റെ കാര്യം പറയുമ്പോൾ നാമമാത്ര ബന്ധമെന്ന് പറയുന്നത് പോലെ അങ്ങനെ മാത്രമേ അദ്ദേഹത്തിന് ഇസ്ലാം മതവുമായി ബന്ധം ഉള്ളൂ എങ്കിലും ആ പേര് കിട്ടിയതുകൊണ്ട് തീവ്രവാദ പട്ടത്തിന് ഉചിതമാകും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അദ്ദേഹത്തിനും ചാർത്തിക്കൊടുത്തു തീവ്രവാദ പട്ടം. പിന്നെ കോഴിക്കോട് നിന്ന് അത് ലഭിച്ച മറ്റൊരു പ്രമുഖനായ ആൾ ടി സിദ്ദീഖാണ്. അദ്ദേഹത്തിന് പണ്ടത്തെ കാലത്ത് സിമിയുമായി ബന്ധമുണ്ടെന്നും ആ ബന്ധത്തിലൂടെ അദ്ദേഹം ഇന്നും കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റോ വർക്കിംഗ് പ്രസിഡൻറ്റോ ഏതാണ്ടാണെങ്കിലും തീവ്രവാദിയാണ് എന്നുള്ള തരത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനം, ഒരലങ്കാര പദം അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ AN ഷംസീറിനാണ്. അദ്ദേഹം എന്തോ പ്രഭാഷണ മധ്യേ അദ്ദേഹം വിശ്വാസികളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഗണപതിയുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ പരാമർശം നടത്തുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ MM മണി ആശാനെ പോലുള്ളവർ, ധാരാളം ആളുകളുണ്ടെങ്കിലും അത് AN ഷംസീർ ആയതോടുകൂടി AN ഷംസീർ ഒരു മികച്ച തീവ്രവാദിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ പ്രമുഖനായ മറ്റൊരു തീവ്രവാദി നമ്മുടെ KT ജലീലാണ്. KT ജലീൽ ഈ ലീഗിനെ എടുത്തിട്ടലക്കി വിമർശിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അദ്ദേഹത്തിനും പഴയ ജമാഅത്ത് ഇസ്ലാമി ബന്ധമൊക്കെ ആരോപിച്ചുകൊണ്ട് തീവ്രവാദ പട്ടം ലഭിച്ചിട്ടുണ്ട്. അത് ഈയിടെ പുതുക്കി നൽകിയത് അദ്ദേഹം കാശ്മീരിൽ പോയി ഒരു കുറിപ്പെഴുതിയ വേളയിലാണ് അദ്ദേഹത്തിനെ ഒരു ദേശീയ തീവ്രവാദിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ആദരവ് ഈ കേരളത്തിലെ കുറേ ആളുകൾ അങ്ങോട്ട് ചാർത്തി കൊടുത്തത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു തീവ്രവാദി PV അൻവറാണ്. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ കറതീർന്ന് വിമർശിച്ച്, എന്നാൽ മറ്റ് പലതിനെയും വിമർശിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധാപൂർവം മാത്രം വിമർശിക്കുന്ന ആളാണെങ്കിലും PV അൻവറിനുമുണ്ട് തീവ്രവാദ പട്ടം. അദ്ദേഹം കച്ചവടാവശ്യങ്ങളുമായി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയതാണെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ട് തീവ്രവാദി പട്ടങ്ങളിലൊന്ന്. ആലപ്പുഴയിൽ മത്സരിച്ച CPMൻ്റെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് ഇലക്ഷന് മത്സരിച്ച അഡ്വക്കേറ്റ് AM ആരിഫ് എന്ന് പറയുന്ന
അദ്ദേഹവും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും വിശ്വാസിയും പള്ളിയിൽ പോകുന്ന ആളുമൊക്കെ ആയതുകൊണ്ടും പിന്നെ അദ്ദേഹം ഏതോ സമുദായ സംഘടനകളുടെ സംഗതിയുമായി ബന്ധപ്പെട്ട് ചില ഇൻട്രോ പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ കൊടുക്കുകയും പിന്നെ ശബരിമല ഇഷ്യൂ വന്നപ്പോൾ അദ്ദേഹം ദീർഘമായി സംസാരിച്ചതിൽ നിന്ന് അല്പം അടർത്തിയെടുത്ത് അത് പ്രചരിപ്പിച്ച് ആ വാക്കുകളിലൂടെ അഡ്വക്കേറ്റ് എം ആരിഫും തീവ്രവാദി പട്ടത്തിന് അർഹനായി തീർന്നിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാപ്പ പൊതുവിൽ മതേതര സമൂഹത്തിൽ ആരും അത്രമേൽ വർഗീയത ആരോപിക്കുന്ന ഒരാളല്ലെങ്കിലും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ സമയത്ത് അദ്ദേഹം പാർലമെൻറ്റിൽ നിന്ന് തിരിച്ചു വന്ന് ജമാഅത്ത് ഇസ്ലാമിയും എം ഹസനുമായും ഒക്കെ ചർച്ച നടത്തിയതുകൊണ്ട് അമീർ ഹസൻ കുഞ്ഞാപ്പ കൂട്ടുകെട്ട് കേരളം ഭരിക്കാൻ പോകുന്നു എന്ന ഒരു തീവ്രവാദ ചുവയുള്ള പ്രസ്താവന നടത്തിക്കൊടുത്തത് മരണപ്പെട്ടു പോയ നമ്മുടെ കൊടിയേരി സഖാവാണ്. അങ്ങനെ വൈകിയാണെങ്കിലും കുഞ്ഞാപ്പായ്ക്കും കിട്ടി തീവ്രവാദി പട്ടം. പിന്നെ ഈ മമ്മൂക്കയ്ക്ക് തീവ്രവാദി പട്ടം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് തീവ്രവാദ പട്ടം കിട്ടിയ ഒരാളാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹവും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പാലക്കാടൊക്കെ മത്സരിച്ച് എല്ലാവരോടും സഹകരിച്ച് പോകുന്ന ഒരാളാണെങ്കിലും അദ്ദേഹം വടകര വന്ന് മത്സരിച്ചതോടുകൂടി അദ്ദേഹം മുസ്ലിം വോട്ടുകൾ ധ്രുവീകരിക്കാൻ ശ്രമിച്ചുവെന്നും സമുദായത്തിൻ്റെ പേരിൽ സംഗതികൾ പറഞ്ഞു എന്നുമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനും കൊടുത്തു തീവ്രവാദി പട്ടം. ഈ തീവ്രവാദ പട്ടം ലഭിച്ചവരെല്ലാം ഇതിൽ ചിലരൊക്കെ തന്നെയും മറ്റ് ചിലർക്ക് തീവ്രവാദി പട്ടം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ജഡ്ജസോ നിരൂപകരോ വിലയിരുത്തലുകാരോ പ്രഖ്യാപിക്കുന്ന ജൂറി അംഗങ്ങളോ ആണ്. അവർ പ്രഖ്യാപിക്കുന്നുവെങ്കിലും അവർക്കും കിട്ടാറുണ്ട് ഈ പട്ടം. ചുരുക്കത്തിൽ മമ്മൂക്ക ഈ പട്ടത്തിലെ അവസാനത്തെ ആളാണ്. ഇതിൽ കുറേ പേർ ഇത്തരം തീവ്രവാദ പട്ടം കിട്ടിയവരുണ്ട്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതിൽ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൂരിപ്പിക്കാവുന്നതാണ്.